ഇന്ന് നമ്മൾ കോയമ്പത്തൂർ പോവാണ്. അതെ, ഇഷയോഗയിൽ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് അച്ഛനും അമ്മയും ഞങ്ങളും കൂടിയാണ് പോകാൻ പോണേ. ഇവിടുന്ന് പിന്നെ അടുത്തല്ലേ, കുറച്ചുള്ളൂ ഇവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പോവാറുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ കുറച്ച് നാളായി, കുറച്ച് ഗ്യാപ്പായി ഇഷയോഗയിലൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇഷയോഗ വരെ പോണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് വേറെ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണാം അല്ലേ. ഹായ്, നമ്മളപ്പോൾ ഓൺ ദ വേ ആണ്. നമ്മളിപ്പോൾ പട്ടിക്കാട് കഴിഞ്ഞു, കുതിരാനിലേക്കുള്ള ഒരു കുതിരാനെത്താറായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ റൂട്ട് കയറി പാലക്കാട് ആ ഒരു പരിപാടി പിടിക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ പാലക്കാട് നിന്ന് പറ്റിയ കട തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മറ്റേ ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പുണ്ട്, എന്താ മദർലാൻഡ് മസാല സോഡ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ കയറി മസാല സോഡ ട്രൈ ചെയ്യാം. എന്ത് പറയുന്നു മോനെ പാപ്പി? തട്ടം കെട്ടിയിരിക്കണ പോലെ. അച്ഛൻ അമ്മ അതെ, രണ്ടുപേരും ഒരുപോലത്തെ ഉടുപ്പൊക്കെ എടുത്ത്. എന്റെ മക്കളെ സീൻ തന്നെ. കുതിരാൻ കയറിയപ്പോ മാപ്പ് മാറി ബ്ലാക്കായി. മാപ്പ് ഇത്ര നേരം മാപ്പിന് മനസ്സിലാണല്ലേ പകലാണോ രാത്രിയാണോ. ഇതെങ്ങനെയാണോ ഇതിന്റെ പരിപാടി? ഇതെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ? ഓ, ഞാൻ ലൈറ്റ് ഇട്ടിട്ടല്ലേ. ഓക്കേ, മാപ്പിന്റെ കളർ മാറും ഗൈസ്. മാപ്പിന്റെ ഒരു പരിപാടി അറിയില്ല. ഇത് ശരിയല്ല കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഗൂഗിൾ മാപ്സുകാർ കാണുന്നുണ്ടെങ്കിൽ കളർ മാറിട്ടാ. കളർ മാറി കണ്ട. ഒരു തേങ്ങ അറിയില്ല, വെറുതെ ഫുള്ള് ടൈപ്പ്. വലിയ കാണുന്നുണ്ട് ഗൈസ്. ഇത് എന്താണ് അത് വണ്ടി മര്യാദക്ക് പോകുന്നുണ്ട്. അതെ, എല്ലാരും കാണുക. ഫുൾ നമ്മുടെ ചുറ്റിനും മലനിരകളാണ്. ഈ റൂട്ട് പക്ഷെ ബെസ്റ്റ് റൂട്ടല്ലേ. എന്ത് രസാ റൂട്ട്. അത് ഈ മഴക്കാല ടൈമിലൊക്കെ വരുമ്പോ നല്ല നല്ല രസമായ റൂട്ട്. ഞാൻ ഒരു 110 120 പിടിച്ചിട്ട് ഈ റൂട്ടിനെ പോകുമ്പോ അത് നല്ല സ്മൂത്ത് ആയിട്ട്. മഞ്ഞപ്പൂക്കളും മഞ്ഞ കൊയ്ത്ത് നടക്കാണ് ഗൈസ്. ആ വണ്ടിയുടെ പിന്നില് ഫുള്ള് കൊയ്ത്തുകൾ കേട്ടോ. എന്ത് രസാ അല്ലേ. പാലക്കാട് ഒന്ന് ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് അല്ലേ. മടക്കിയിട്ടുണ്ട് അല്ലേ ഫുള്ള്. കൊള്ളാം. ഹൈറ്റ് കുറഞ്ഞ പാല തൊട്ടടുത്ത. നമ്മൾ മസാല സോഡ കുടിക്കാൻ വേണ്ടിട്ട് മസാല സോഡ കുടിക്കാൻ വേണ്ടി. അതെ, സോഡ കടയിലെ തിരക്ക് നോക്കൂ. സൂപ്പർ അല്ലേ. എങ്ങനെയുണ്ട് സാധനം? നല്ല 2.5 മസ്റ്റ് ട്രൈ സാധനം കേട്ടോ. നല്ല രസമുണ്ട്. വയറിനൊക്കെ നല്ല തീ പോലെ വരുന്നുണ്ട്. നല്ല സാധനം. സൂപ്പറാ ഗൈസ്, മസ്റ്റ് ട്രൈ. കോയമ്പത്തൂർ പാലക്കാട് വഴിയൊക്കെ വരുന്നവർ പാലക്കാട് ടൗണിൽ തന്നെ. അപ്പോൾ സുഖമായിട്ട് വന്ന് ട്രൈ ചെയ്യാം. മദർലാൻഡ് മസാല സോഡ എന്ന് കൊടുത്ത സാധനം കിട്ടും. അടിപൊളിയാണ്. നമ്മൾ മസാല സോഡ കുടിച്ചിട്ട് നമ്മൾ പോവാണ്. അതെ, നമ്മളപ്പോൾ അങ്ങനെ വയറൊക്കെ ഒന്ന് കത്തിരിഞ്ഞ് നമ്മൾ ഇഷയ്ക്ക് പോകണം. അത്രയ്ക്ക് എരിവൊന്നുമില്ല കേട്ടോ. നമുക്ക് സെറ്റാണ്. നമുക്ക് പറ്റുന്നത്ര എരിവ് തന്നെയുള്ളൂ.
പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റി സാധനം. എല്ലാവരും ട്രൈ ചെയ്യണ്ടുണ്ട്. നമ്മളിപ്പോൾ പൊള്ളാച്ചി വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, എല്ലാവർക്കും സ്വാഗതം. നമ്മ പൊള്ളാച്ചി പക്കം പോയിട്ടിരിക്കും. കോയമ്പത്തൂർ നേരെ പാത കാണിച്ചിരിക്കും, പക്ഷെ നമ്മ പൊള്ളാച്ചി വഴി പോയിട്ടിരിക്കും. തമിഴന്മാര് കേൾക്കേണ്ടത് തമിഴ് അവളും കേവലമ്മ എല്ലാവർക്കും தெரியாதா? എന്താ തേങ്ങ നീ പറഞ്ഞേ? അതെ, നമ്മൾ വീണ്ടും തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പാലക്കാട് തമിഴ്നാടിന്റെ ഇടയിലാണ്. അവിടെ ദൂരെ ഒരു വിൻഡ് മില്ല് കാണാൻ പറ്റുന്നുണ്ടല്ലേ? എവിടെ? മുമ്പില് ഒരു വിൻഡ് മില്ല് ഉണ്ട് ഗൈസ്. പക്ഷെ അവിടെ കുറെ ഉണ്ട് കേട്ടോ ആ വഴിക്ക്. അപ്പൊ നമുക്ക് ഇനി പോകുമ്പോൾ നമുക്ക് വിൻഡ് മില്ലൊക്കെ കണ്ടു പോവാം. വിൻഡ് മില്ല് വഴിയാണ് നമ്മള്. ഭയങ്കര ചൂടാണ്. തീ കത്തുണ്ടോ? ചൂടാണ് ഗൈസ്, ഭയങ്കര ചൂട്. ഇവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. സെമിത്തേരി കളർഫുൾ കുരിശുകളുടെ സെമിത്തേരി. കൊള്ളാലോ, ഓറഞ്ച്, പച്ച, റെഡ്. നമ്മളിപ്പോ എന്ത് പാലത്തിന്റെ പേര്? മേനോൻ പാറ. ഇതാണ് മേനോൻ പാറ ബ്രിഡ്ജ്. അതിലാണ് മേനോൻ പാറ പാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പുറം ഹൈവേ ചൂസ് ചെയ്തതിനും ബെസ്റ്റ് കാര്യം. ഈ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോരാ. ഇങ്ങനത്തെ ഓരോന്ന് കണ്ടുകൊണ്ട് പോരണമെങ്കിൽ ഇങ്ങനെ പോകണം. ഹൈവേ റൂട്ട് പോയി കഴിഞ്ഞാൽ നേരെ അങ്ങനെ പോയി തെങ്ങുതൊപ്പ് അത് ദൂരെ എവിടെയോ കണ്ടത്. അത് ഉള്ളിലോട്ടങ്ങാണ്ടാ നമ്മൾ പോണ വഴിയെന്ന് തോന്നുന്നില്ല ഗൈസ്. ട്രാക്ടർ കളി മാറും. കാളവണ്ടികൾ ദൂരെ വിൻഡ് മില്ല് കാണുന്നുണ്ടോ നിങ്ങൾ? ഒരാള് തമിഴ്നാട് എത്തിയപ്പോൾ മുതൽ വളവളാന്ന് തമിഴ് പറഞ്ഞോണ്ടിരിക്കുക. എന്നാ വല്ല തേങ്ങ അറിയോ? ഒന്നും അറിയത്തൂല്ല, ചുമ്മാ ഇങ്ങനെ പറഞ്ഞു. താങ്കളുടെ ഗ്ലാസ് ഒക്കെ എവിടെ പോയി? ഗ്ലാസ്സിൽ ഞാൻ കയറി ഇരുന്നാച്ച്. ഗ്ലാസിന്റെ ഒരു കാൽ ഇങ്ങോട്ടും ഒരു കാൽ അങ്ങോട്ടും എന്നതാ പ്രശ്നം. ഓ, ഏതൊക്കെ കോവില് ഇരിക്കുങ്ക ഇങ്ക ഇருக்கு. കുന്ന് പറഞ്ഞ ഹായ് എന്ന് പറയുന്നത്. ഇവിടെ റോഡുകളെല്ലാം വളരെ നീണ്ടുന്നവിടെ തന്നെ കിടന്നിருக்கு. അപ്പൊ നമ്മളിങ്ങനെ അന്ത റോഡിന്റെ പക്കം പോയിട്ടിരിക്കും. ഇപ്പൊ ടെക്നിക്ക് പിടി കിട്ടി എല്ലാത്തിനും அந்த സ്മോൾ സാധനം നാരകമല്ല, സെന്റുമല്ലി. റോഡ് ക്ലോഷർ. അന്തവളി അടച്ചിട്ടിருக்கு. അതെ, അന്തവളിയും അടച്ചു. മൊത്തം ഒരു വളി അടക്കൽ മയമാണ് ഇങ്ക. എന്നെ പണ്ണ മുടിയും കടവളை
വന്ന ഉടനെ കാപ്പി ചായ. പക്ഷെ കപ്പ് മാറിപ്പോയി. എൻ്റെ കയ്യിൽ ടീന്നും അവൻ്റെ കയ്യിൽ കോഫിന്നും എഴുതണേ. പക്ഷെ തിരിഞ്ഞാണ്ട ഗൈസ്, എൻ്റെ ടീ ആണല്ലേ. ആ എൻ്റെ ടീയും കോഫി ഉണ്ട്. ഞങ്ങൾ ഹൈടെക്കാണ്. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ്. അവിടെ ഉണ്ട് ശിവൻ, അച്ഛമ്മൂണു ഫ്രെയിമിൽ അച്ഛൻ. അപ്പം നമുക്ക് കാപ്പി കുടിച്ചിട്ട് നേരെ അവിടെ പോയി കാണാം. കുറേ മലകൾക്ക് നടുക്കണം. അങ്ങനെ നടന്ന് നമ്മൾ അടുത്തെത്തി. ഇനി ഇത് ക്രോസ് ചെയ്ത് നമുക്ക് ബാക്കിൽ പോകണം എന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. ഇത്ര ഹൈറ്റിലാണ് ഗൈസ്. രുദ്രാക്ഷം വെച്ചിട്ടുള്ള മാലയാണ്. അതെ, എന്തോ രുദ്രാക്ഷമല്ലേ ഇത്. ഫുള്ള് നോക്കിയേ, ഫുള്ള് ഇങ്ങനെയുണ്ട്. രുദ്രാക്ഷ അപ്പം നമ്മൾ ബാക്കിലോട്ട് പോകണം. അതെ, അവിടെ ഫോണൊന്നും ഇവിടെ ഇരിക്കില്ല. അതുകൊണ്ട് അപ്പോൾ ഇനിയും നമ്മൾ ഷൂട്ടിങ് എത്രത്തോളം പറ്റുമെന്നറിയില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു. അതെ, ചിലപ്പോൾ ഞങ്ങൾക്ക് ലേസർ ഷോ ഭാഗ്യണേ കിട്ടുള്ളൂ പോയിട്ട് വരുന്ന ടൈമിൽ. ഇവിടെ ലേസർ ഷോ ഒക്കെ ലേസർ ഷോ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ ബാക്കിലുള്ള വ്യൂ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് വിശേഷങ്ങൾ അത് കഴിഞ്ഞിട്ട് പറയാം. അടുത്ത മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് കാണുന്നത്. കാളവണ്ടി പോകുന്ന കണ്ടു പോയിക്കൊണ്ടിരിക്കുക. ശിവൻ്റെ ബാക്കിലോട്ട് നടന്നു നോക്കാണ്ടിരിക്കുക. സൂം ചെയ്ത് കാണിച്ചുതരാം. പിന്നെ നമ്മുടെ കാളകൾ ഇങ്ങോട്ട് മോണ്ടെ കുലിക്ക് വരുന്നുണ്ട്. ചോപ്പിട്ടിട്ടൊക്കെ എല്ലാരും ചോപ്പയാ. ഷിട്ടുമണി പുല്ലിന. അതെ, ഭാവിയിൽ നീയും അച്ഛനെ പോലെ വളരെ വലുതാവും. എന്നിട്ട് വണ്ടി വലിക്കണ്ടേ. അവിടെ നിന്ന് വണ്ടി വലിക്കും. നമ്മളിനി ചെരുപ്പും ബാഗും ഒക്കെ ഇവിടെ കൊടുക്കണം. എല്ലാം ഇവിടെ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറാൻ പോണേ. അതിൻ്റെ ഉള്ളിലേക്ക് കയറി അമ്പല. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടാണ് കയറാൻ പോണേ. അപ്പോൾ നമുക്ക് പോയി വന്നിട്ട് ഇനി കാണാം ഗൈസ്. അവിടെ ഭയങ്കര തിരക്കാണ്. നമ്മളിതിൻ്റെ ഉള്ളിൽ ഫോണും ഇതൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം ഗൈസ്. നമ്മൾ അകത്ത് കയറി പുറത്തേക്ക് ഇറങ്ങി. ലേസർ ഷോ ഇപ്പോൾ ഏതാണ്ട് തീർന്നിട്ടുണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ സമാധാനത്തിന് വേണ്ടി അവിടെ ഇരുന്നു പോയി. നല്ല രസമുണ്ടായിരുന്നു അവിടെ. അകത്തോട്ട് കയറിയാൽ നമുക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല. ഭയങ്കര സൈലൻസും ആ ഇങ്ങനെ മന്ത്രത്തിൻ്റെ സൗണ്ടും മാത്രമല്ലേ. പിന്നെ അതിൻ്റെ കൂടെ സദ്ഗുരുവിൻ്റെ ഇതുപോലെ പ്രഭാഷണം പോലത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആളെ കാണാൻ പറ്റി. ആളവിടെ ഇരുന്നിട്ട് ആളുടെ പ്രസംഗവും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കേട്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് സമാധാനമായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം നമ്മൾ ഇച്ചിരി ലേറ്റ് ചെയ്ത് നമ്മുടെ ലേസർ പോയി. അത് കുഴപ്പമില്ല, പോയി കാണണം അല്ലേ. ചിലപ്പോ കഴിയാറായിട്ടുണ്ടാവുള്ളൂ. നമുക്ക് ആദ്യം മുതൽ കാണാൻ പറ്റത്തില്ല. അത് നമുക്ക് അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യാം. അപ്പം എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരണേ. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായാലും അടിപൊളിയായി. നമുക്കവിടെ പോയിട്ട് നോക്കാം. നമ്മൾ തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് നല്ല തിരക്കായി ഗൈസ്. നല്ല തിരക്കുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു. നമ്മൾ എന്തായാലും കയറാൻ നമുക്ക് കയറിയപ്പോൾ തിരക്കൊന്നും ഇല്ലാണ്ട് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകാൻ പറ്റി. പക്ഷെ ഇപ്പം നല്ല തിരക്കായി.
നമ്മളങ്ങനെ വീണ്ടും ഇതിനെ മുമ്പിലെത്തി ഗൈസ്. ലേസർ ഷോ ഒക്കെ കഴിഞ്ഞു. ഭയങ്കര ഒരു റിലീഫ് ഫീൽ ചെയ്യുന്നല്ലേ, ഭയങ്കര ഒരു ആശ്വാസം. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് രാവിലെ വന്ന് രാത്രി പോണ പോലെ സെറ്റ് ചെയ്യാം. ഒരു ഫുൾ ഡേ ഉള്ള പോലെ സെറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും ബെസ്റ്റ് ഗൈസ്. കണ്ണൻ്റെ ബാക്കിലുണ്ട് ആര് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആ ദേശീയ. അപ്പോൾ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞ് നമ്മളിവിടുന്ന് പാക്കപ്പ് ചെയ്യണം. ഇനി എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും നല്ല ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോവാം. സമാധാനമുള്ളൊരു ദിവസം ഗൈസ്. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഭയങ്കര സമാധാനമായി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡൊക്കെ എവിടെ നിന്ന് കഴിക്കണേ ഫുഡൊക്കെ കാണാം. നമുക്ക് ഇന്നത്തെ മെയിൻ സാധനം നടന്നു. എൻ്റെ ഒരാഗ്രഹം എന്ന് വെച്ചാൽ മറ്റേ മസാല സോഡ കുടിക്കണം എന്നായിരുന്നു. അത് നടന്നു. മസാല സോഡ കുടിച്ചു കുറച്ച് നാളെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മസാല സോഡ കുടിച്ചു. പിന്നെ നമ്മൾ ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ സമാധാനമായിരിക്കണം. ലേസർ കാണുന്നത് നമുക്ക് ശരിക്കും രാവിലെ വന്നിട്ട് ഇരുന്ന് ശരിക്കും കുറച്ച് നേരം അവിടെ ഇരിക്കണം. എന്നാലേ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇത്ര രാത്രി ആയില്ലേ, അതെ ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ സമാധാനം ഇങ്ങനെ ഇരിക്കണം. അതൊക്കെയായിരുന്നു. അത് നന്നായിട്ട് പറ്റി. കുറച്ചധികം നേരം ഇരിക്കാൻ പറ്റും അവിടെ സമാധാനമായിട്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി. അപ്പോൾ നമുക്ക് പയ്യെ ഫുഡ് കഴിക്കാൻ പോയാലോ? ഗൈസ്, കോയമ്പത്തൂർ പള്ളി പെരുന്നാള് എങ്ങടെ എന്താന്ന് മനസ്സിലായില്ല. രാത്രി ഈ റിഫ്ലക്ടർ മൊത്തം അങ്ങോട്ട് കത്തി ആഞ്ഞ് കത്തരാണ് ലൈറ്റ് ഇടുമ്പോ. അയ്യോ ഫുള്ള് ലൈറ്റ്. ഇവിടെ മാത്രല്ല അപ്പുറത്തെ സൈഡ് കാണിച്ചു കൊടുത്തറ. ആ പാടം പോലെ സ്ഥലത്തൊക്കെ ഫുള്ള് ലൈറ്റ്. എവിടെ നോക്കിയാലും ലൈറ്റ്. അതുപോലെ പാടത്തേക്ക് ഇറങ്ങി പോ റിഫ്ലക്ടർ തന്നെ. നല്ല രസമുണ്ട്. പാർക്കോ എന്താ മറ്റേ ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമൊക്കെ എന്തൊക്കെയോ പരിപാടിയാണ്. പക്ഷെ അതിന്റെ മറ്റേ നമ്മള് ഫ്യൂച്ചറിലേക്ക് പോയ പോലെ അല്ലേ, ഏലിയൻസ് ഒക്കെ ഉള്ള അവതാറിലൊക്കെ ഉണ്ടല്ലോ ലൈറ്റ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നമ്മൾ മസാല ദോശ കഴിച്ചു. മസാല ദോശ കഴിച്ച് ചപ്പാത്തിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ടുണ്ട്. പിന്നെ നേരെ വീട്ടിലേക്ക് ഇതേ റൂട്ട് തന്നെ സ്ട്രെയിറ്റ് പിടിച്ചാൽ മതി. ഇനി വേറെ തിരിവും വളവൊന്നുമില്ല. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാലോ? ആ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. വേറെ പരിപാടി ഒന്നുമില്ല. വീട്ടിൽ ചെല്ലി കിടന്നുറങ്ങാം, അത്രേ ഉള്ളൂ. വേറെ ഇനി ഡെയിലി ഷോപ്പുകളൊന്നുമില്ല. പക്ഷെ നല്ല ഫുഡാട്ടോ ഇവിടുത്തെ. ഒരു നല്ലൊരു ഹോട്ടലാണ്. എന്താണ് പേര്? ഹോട്ടലിൽ അമൃതാസ. നൈസ് ഹോട്ടലാണ് കേട്ടോ. നല്ല ഫുഡ്. ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞു ഗൈസ്.